ഇരിക്കുന്നു. അക്ഷയ ബിജു ഉണ്ട്. അക്ഷയ, ഇപ്പോൾ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്തരം ശീതളപാനീയങ്ങളുടെ വിൽപ്പനയ്ക്കൊക്കെ ചെറിയൊരു ഇടിവുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. പക്ഷേ ഇത് കണ്ടാൽ വല്ലാതെ പേടിച്ചു പോകും. നമ്മുടെ നാട്ടിലല്ല എന്നൊന്ന് ആശ്വസിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇത് ബംഗ്ലാദേശിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണ്. പക്ഷേ ദിവിഷ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലും കിട്ടുന്ന സാധനങ്ങളൊക്കെ എത്രത്തോളം നല്ലതാണെന്നൊന്നും നമുക്കൊരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാം കൊക്കക്കോള അതുപോലെ മറ്റു ഒരുപാട് പാനീയങ്ങളുടെ കുപ്പികൾ അവിടെ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും ഇവരിങ്ങനെ ഈ വ്യാജമായിട്ട് നിർമ്മിക്കുന്ന ഈ പാനീയങ്ങളാണ് നിറച്ച് വെക്കുന്നത്. അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് ചെറുതൊന്നുമല്ല. അത് മാത്രമല്ല, ഈ ഒരു ദൃശ്യം കാണുമ്പോൾ നമ്മൾ ദിവിഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേനലാണ്, നല്ല ചൂടാണ്. നമ്മളൊക്കെ എത്രയോ കുപ്പി ഇങ്ങനെ വാങ്ങി കുടിച്ചിട്ടുണ്ടാവും. അതിൽ എത്ര എണ്ണം ഒറിജിനലാണ്, എത്ര എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നിരിക്കും എന്നുകൂടി ചിന്തിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലാണെങ്കിൽ പോലും എല്ലായിടത്തുമൊക്കെ ഇതൊരു സാധ്യതയാണല്ലോ. എന്തായാലും ഇതിന് ചൂടെ വരുന്ന കമൻറ്റുകളും വളരെ രസകരമാണ്. കാരണം ഇത് അവർ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ആയിട്ടുള്ള കുപ്പികൾ തന്നെയാണ് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇനി ഇത്തരം പാനീയങ്ങൾ വാങ്ങിച്ചാൽ ഇനി ഒരിക്കലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ ചുരുക്കി നശിപ്പിച്ച് ഉപേക്ഷിക്കാവൂ, അവർക്ക് ഇനി ഇതിന് വീണ്ടും റീഫിൽ ചെയ്യാനൊരു അവസരം കൊടുക്കരുതെന്നൊക്കെ തരത്തിലുള്ള കമൻറ്റുകളുമുണ്ട്. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിലുള്ള ഈ ബ്രാൻഡഡ് കമ്പനികളൊക്കെ ഈ വ്യാജ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ അവരുടേതായ രീതിയിൽ എന്തെങ്കിലും ട്രേഡ് മാർക്കുകളോ മാറ്റങ്ങളോ ഒക്കെ ആ യഥാർത്ഥ പ്രോഡക്റ്റുകളിൽ വരുത്തണമെന്നും ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഇത് ബംഗ്ലാദേശിൽ നിന്നാണ് ഈ വീഡിയോ വന്നതെങ്കിലും ഇത് ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ആളുകളെ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടോ അറസ്റ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല. എന്തായാലും വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഏത് നാട്ടിലും നടക്കാം. ഇപ്പോൾ പുറത്തുനിന്നാണെന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ ആശ്വസിക്കുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഈ പഞ്ഞിമിഠായിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ തന്നെ വാർത്ത പങ്കുവെച്ചാണ്. അപ്പോൾ പല രീതിയിലാണ് വരുന്നത്. വിശ്വസിച്ചങ്ങ് കഴിക്കുന്നു. എന്തെങ്കിലും വന്നാൽ ആശുപത്രി പോകുന്നു. ഇതാണ് അവസ്ഥ. ശരി അക്ഷയ.